ഒരു സിമ്പിളായിട്ടുള്ളൊരു എനിക്കൊരു ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു വീട് അതിനു വേണ്ടിയുള്ളൊരു പുറത്താണ്. അപ്പം ഇതൊരു സിമ്പിൾ ഡിസൈൻ ആയിരിക്കും, അത്രയും കോംപ്ലക്സ് ഒന്നുമല്ല. ജസ്റ്റ് ഒരു വീട്, അതിനകത്ത് അതെന്ന് വെച്ചാൽ കോബ്ലസ്റ്റോൺ, ഗ്രാനൈറ്റ് വെച്ച് ഫ്ലോറിങ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. എനിക്ക് അത്രയ്ക്കും നല്ല രീതിയിൽ ഭയങ്കര ഒരു മോഡേണിലേക്ക് വീടൊക്കെ വെക്കണമെങ്കിൽ വരും വീഡിയോകളിലായിരിക്കും അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിനുവേണ്ടി സ്റ്റേ ട്യൂൺഡ്. അതിൻ്റെ ഇതിനകത്തും തീരുമില്ലേ ഗൈസ്, പണി വരുന്നുണ്ട്, രാത്രിയാവാറായി, നൈറ്റ് ടൈം ആവാറായി. ഇതിനകത്ത് പിന്നെ എത്ര പ്രശ്നം, 55 ലോഗ്, നമുക്ക് 55 പോരെ. നമുക്ക് റീപ്ലാന്റേഷൻ ചെയ്യണം. നമുക്ക് ഇപ്പാനത് ഒന്ന് കൊടുത്താൽ ഓടിക്കൊടുത്ത് മൈൻക്രാഫ്റ്റ് കളിക്കുന്നതിൻ്റെയാണെങ്കിൽ അറിയാം എത്ര തല പുകയുന്നതാണെന്ന് ഇങ്ങനെ കയറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ എൻ്റെ എത്താറായി. ഈ ഒരു ഡേ അല്ലെങ്കിൽ ഞാൻ ഒരു 2 സ്റ്റാക്ക് ഓക്ക് വുഡും 2 മതി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറയുന്നത് അത്രയേ ഉള്ളൂ, അല്ലാതെ എത്ര എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ് ഞാൻ ഓൾമോസ്റ്റ് 2 സ്റ്റാക്ക് ആവാറായി. പക്ഷേ എൻ്റെ ആക്സ് പൊട്ടിപ്പോയി, അതിന് ഡ്യൂറബിലിറ്റി തീർന്നു. അപ്പോൾ നമുക്ക് കൈ വെച്ചിടിച്ച് പൊളിക്കാമല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ കുറേയൊക്കെ പൈൻ ചെയ്തു. എനിക്ക് ചെറിയൊരു പേടിയാവുന്നുണ്ട് ഇവിടെ, കാരണം എന്ന് വെച്ചാൽ എന്തോ ഒരുമാതിരി ഒരു സൗണ്ട് ഞാൻ കേൾക്കുന്നു. അതിന് പട്ടി എൻ്റെ സൗണ്ടാകുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, തോന്നുന്നു. തന്നെ ഷീപ്പിനെ കൊന്നിട്ടേക്കുന്നുണ്ട്. അത് സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ വേട്ടയടിക്കില്ല, അപ്പോൾ അവരിങ്ങനെ ദേഷ്യപ്പെടും. നമ്മളടിച്ചാൽ അത് കടിക്കാൻ പറ്റത്തില്ല, ആ ഒരു ലുക്ക് കാണിക്കും അവർ. ഓക്കെ, നമ്മൾ രണ്ട് സ്റ്റാക്ക് വോക്ക് സ്റ്റാക്ക് ബ്രിഡ്ജ് വുഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി വൻമല കയറാം. അപ്പോൾ ഗൈസ് ഞാൻ റെക്കോർഡ് ഓണാക്കാൻ മറന്നുപോയി. ഞാൻ മല കയറി, രാത്രി അവിടെ വെച്ചിട്ട് സോംബി എന്നെ അടിച്ചിട്ടു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ 2 കുഞ്ഞു കുരുട്ടാപ്പികൾ വന്ന് എന്നെ കൊല്ലാൻ നോക്കി. പിന്നെ കുറേ നോർമൽ സോംബികളും വന്ന് അവന്മാരെന്നെ കൊല്ലാൻ നോക്കി. പക്ഷേ ഞാൻ ബെഡിൽ കയറി കിടന്നുറങ്ങി, അങ്ങനെ രക്ഷപ്പെട്ടു. നമുക്കിനിയിപ്പോൾ ഗൈസ് വേണ്ടത് ഒരു ഫർണേഴ്സാണ്. ഇവിടെ ഒരു ക്രീപ്പറൊക്കെ പൊട്ടിത്തെറിച്ചായിരുന്നു, എന്നെ കൊന്ന് ഞാൻ റീസ്പോൺ ആയതാണ്. അപ്പോൾ നമുക്ക് ഫർണേഴ്സിന് വേണ്ടി കോബിൾസ്റ്റോൺ എടുക്കാം. ഇതെന്തെടുക്കുന്നതെന്ന് എനിക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെ ചെസ്റ്റിനകത്ത് ഒരു ലോഡ് കോബിൾസ്റ്റോൺ ഇരിപ്പുണ്ട്, കണ്ടോ. അപ്പം അതിന് ഇതും എടുക്കാം, ഈ കോപ്പർ എടുക്കാം. ഓക്കെ, അത് പറ്റൂല, കോപ്പർ ബ്ലോക്കായിട്ട് തന്നെ വെക്കണം. നമുക്ക്
പകുതി കോപ്പർ ഇതിനകത്തോട്ട് മാറ്റാൻ, പകുതി സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വൺസ് അഗെയിൻ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ്. ഞാൻ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഫുള്ള് വീട് വയ്പ്പും എല്ലാം ആയിരിക്കും. പിന്നെ അയ്യോ ഞാൻ ഇത് കണ്ടില്ല. അപ്പോൾ ഗെയിം ടോക്സിസ്റ്റ് signing off.